ടിവിയിലും സീരിയലിലും സിനിമയിലൊക്കെ കാണുന്ന ഒരു മനുഷ്യനെ മതിയല്ലേ? അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യും. ചേട്ടന് ഇഷ്ടപ്പെട്ട, ചേട്ടന്റെ മോക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഉഗ്ര ഇടിവെട്ട് മിമിക്രി കലാകാരന് വീരശൂര പരാക്രമി വന്നിട്ടുണ്ട്. പിന്നെ വരാൻ പോകുന്ന സിനിമയിലെ പുതിയ നായകനല്ലേ? പിന്നില്ലേ പയ്യനെ വിളിക്കട്ടെ. എന്റെ പേരെന്താന്നറിയാമോ? കലാപം രാജപ്പൻ. വിളിക്കട്ടെ രാജപ്പൻ. അതൊരു കാര്യം പറഞ്ഞു. ഈ ചെക്കൻ എന്ത് പറഞ്ഞാലും ഈ മിമിക്രി ഭാഷ വരും. ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതോടൊപ്പം മ്യൂസിക് തല കയറി വരും. മിമിക്രി സ്റ്റൈല് പേര് വിളിക്കും. ഞാൻ മ്യൂസിക്കിലാണ്. ക്ലാസ് നിങ്ങളെ ഞങ്ങൾ അവതരിപ്പിച്ച ചെക്കന്റെ പേരാണ് ഈ കലാപം രാജപ്പൻ. കല്യാണ ചക്കരായിരുന്നു. ഞാൻ വിചാരിച്ചു തൊരപ്പനായിരിക്കുന്നു. എന്റെ അച്ഛനാണല്ലേ? പിന്നെ കണ്ട മനസ്സിലായില്ലേ? കണ്ടല്ലേ? തൊരപ്പനുള്ള കക്ഷി തന്നെയാണോ? അതെ അതെ അതെ. ലുക്കിലല്ല വർക്കിലാണ് കാര്യം. അല്ല വീരശൂര പരാക്രമി ഇപ്പൊ തന്നെ നാരങ്ങ പിഴിഞ്ഞ പോലെ ഇരിക്കണം. ഇന്ന് അതും കൂടി പിഴിയണം. കഴിവെടുക്കും. എന്തായാലും ഉറപ്പാണ്. സ്റ്റാൻഡേർഡായിട്ട് അനൗൺസ് ചെയ്യണം. എന്റെ കല്യാണമാണ് കൊള്ളാക്കൽ. നമ്മുടെ ക്ലാസ്സിലുള്ള ഞങ്ങൾ ചേർത്ത് വെസ്റ്റേൺ മ്യൂസിക് ആരാ സ്ത്രീ ചേർക്കണത്? സ്ത്രീ വെസ്റ്റേൺ മ്യൂസിക് സ്ത്രീ ചേർക്കുന്ന നല്ലതാണല്ലോ. ഇതാണോടാ സ്റ്റാൻഡേർഡ് അനൗൺസ്മെന്റ്? അല്ലല്ലേ? കണ്ട് പഠിക്ക് എങ്ങനെയാണ് അനൗൺസ് ചെയ്യുന്നത്. കഷ്ടം. ഹലോ ഹലോ വെസ്റ്റേൺ മ്യൂസിക് സ്വന്തം പിന്നെ വല്ലാതെ ഉണ്ടോ എനിക്ക് മ്യൂസിക് ഇടാം. അല്ല ഈ ഓർക്കസ്ട്ര ഒന്നും ഇല്ലാണ്ടാ? പക്ഷേ ഇത് നന്നായിരുന്നു. ഇതെന്ത് കാണിച്ചത്? പോപ്പിന്റെ അസുഖം ഉണ്ടത്. ഒരു ഓളം തന്നെ. ഞാൻ ഒളിച്ചോട്ടൊക്കെ എനിക്ക് എഴുതുകയാണ്. കുഴപ്പമില്ല. കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? എനിക്ക് എന്താണെന്ന് തോന്നിയത് തുമ്പി തുമ്പിയാണ്. അതിന് ഞാൻ പറയാനുള്ളത് അതെ മൂന്നാനെ ഇഷ്ടം പറഞ്ഞ് ഒച്ചയിട്ടേക്ക് എന്റെ മോക്കങ്ങനെ ചെലവിന് കൊടുക്കാൻ പറ്റും. വേറെന്ത് കഴിവുള്ളത്? കാണിച്ചോളൂ. സിനിമ നടന്ന സൗണ്ടോ? മൂക്കിലെ രോഗം തിരിഞ്ഞു. എല്ലാ കാര്യവും എന്റെ കയ്യിലോട്ടൊക്കെ പോകാൻ. ഓപ്പറേഷനിൽ പോകാൻ ഉപയോഗിക്കുന്ന തോർത്താണ് എന്റെ കുറച്ചൊക്കെ മൂക്കിന്റെ പ്രശ്നമുണ്ട്. എന്റെ മാത്രമല്ല ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടൂടാ. അതെ നിങ്ങളുടെ നിങ്ങളൊന്നും ഇവിടെ നിർത്തേണ്ടതാവില്ല. ഇന്ത്യയുടെ അതിർത്തി കൊണ്ട് നിർത്തണം. ഇന്ത്യക്ക് ശത്രുക്കളേ ഉണ്ടാവത്തില്ല. അതെ വേറെന്താ സംഭവം? അതെടുത്ത് സിനിമ നിർമ്മല എന്റെ സൈറ്റും വെയിറ്റും ഒക്കെ വെച്ച് ഒരൊറ്റ നടനെ ഞാൻ ചെയ്യത്തുള്ളൂ. കുറച്ച് കല്യാണം ഉറച്ച്. ആണോ? ഏത് നടനായിരിക്കാം? പോയി കിട്ടൂല. ഭരത്തിന്റെ ലൈറ്റേഴ്സ് പറയുന്ന സിനിമയിലൂടെ സുരേഷ് ഗോപിയുടെ തിരിച്ചു വരവ് ഞാൻ കാണിക്കും. അവിടെ പോയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു വരും. പോയിട്ട് വാ. ആവശ്യപ്പെട്ട എന്ന് പറഞ്ഞിട്ട് പൂവങ്കോഴി പോണല്ലോ പോണം. പുലി വന്നാലും വന്നിട്ട്
എലിവന്നോലെ പോയതാ പോയിട്ട് വാ ഇവിടെ വരെ പോകുന്നില്ല, അവിടെ വരെ പോകുന്നു. പോയാൽ മതി. ഓട്ടോസ് പിടിച്ച് വണ്ടി വരും. ഇതെന്താ കാറ ഫ്രൈയാ? ഞാൻ നേരിട്ട് ഇത്രയും പേടിച്ചില്ലല്ലോടാ. ഇങ്ങനെ കുളിക്കുന്നൊക്കെ ഞാൻ വളഞ്ഞാണോ നോക്കിയാണോ? ചവിട്ട് തീർച്ചയല്ലേ ഞങ്ങൾക്ക് പഠിച്ചു. അതെ, സുരേഷ് ഗോപിയൊക്കെ എടുക്കാൻ ഇവിടെ ആണുങ്ങളുണ്ട്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സത്യം കഴിയുമോ? ആ, സുരേഷ് ഗോപിയുടെ വെടിക്കെട്ട്. സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ ആണ്, പക്ഷെ അദ്ദേഹം വെടിക്കെട്ട് നടത്തിയാൽ എങ്ങനെയിരിക്കും? ഞാൻ അനൗൺസ് ചെയ്തുതരാം. സുരേഷ് ഗോപിയുടെ വെടിക്കെട്ട് എലിവാണം വിടാൻ പോലും നോക്കാം. ഇതെന്താ ചൂട്ട്? ഇതെല്ലാം ഞാൻ കത്തിച്ച് ചാമ്പലാക്കാൻ പോവുക. സൂക്ഷിച്ചിരുന്നോ? ആരുടെ ഇടയിൽ കൂടെ വരുമെന്ന് പറയാൻ പറ്റില്ല. ഇതാ എലിവാണം പോവാൻ പോവുക. കുഴപ്പമില്ലട്ടാ, ഈ പുള്ളിക്കാരനല്ലേ വെടി വാണം വിട്ടാലും ഇനി നമ്മുടെ കേന്ദ്രമന്ത്രി AK ആന്റണി, അദ്ദേഹം എലിവാണം വിടുന്നു. ന്യൂ ഇയർ ആയിട്ട് എലിവാണം വിടാൻ പോലെ AK ആന്റണി എലിവാണോ? വലിയ പൈസയും മൃഗവുമല്ല, ഒരു കൊച്ചുവാണ്. ചെവിട്ടി പിടിച്ചു. ഇന്ത്യയിൽ 10 വയസ്സില്ല എനിക്ക് ഇത്രയും കപ്പാസിറ്റി ഇല്ല. കൊച്ചു പിടിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിൽ 10 വയസ്സിൽ എനിക്ക് ഇത്രയും കപ്പാസിറ്റി. ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ട്. എന്താ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഉള്ളത്. അതിന് സ്ത്രീ ചേർക്കും. നീയാണോ ശ്രീകാന്തിന്റെ അപ്പന? അതെന്താ വണ്ട് പോകാൻ പറ്റില്ല, വണ്ടി വിടുക. വേണ്ട, ഉള്ളത് ഇതാ മതി. അതെന്താ കുരുവി? അതെന്താ നിന്റെ വണ്ടി വിടോ? കല്യാണം ഉറച്ചപ്പോ എന്താ എനിക്ക് അപ്പന്റെ യഥാർത്ഥ വഴി മനസ്സിലായി. എനിക്ക് കാതുകെട്ടോടല്ലേ? നമുക്കൊക്കെ പറയുന്നില്ലേ? എങ്ങനെയല്ലേ? ട്രെയിൻ ഇഷ്ടപ്പെട്ടോ? ഇന്നൊരു ബോണസൂടെ അങ്ങോട്ട് തരാം. വേറൊന്നുമില്ല, മോഹൻലാൽ കല്യാണം മുടങ്ങി. മോഹൻലാലിന് 2 വയസ്സ് പ്രായമുള്ള സമയത്ത് അധികം ബലൂൺ പൊട്ടിയതിനു ശേഷം അതിന്റെ കഷ്ണം എടുത്തിട്ട് ഒരു കൊല ഉണ്ടാക്കി. അതിലേക്ക് ശബ്ദം